ഹായ് അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ല? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുട്ടാ. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതട്ടാ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ആക്കാനും മറക്കരുത്, ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് ഫസ്റ്റത്തെ നോമ്പല്ലേ, എന്തൊക്കെയുണ്ട് നിങ്ങളെ സ്പെഷ്യലൊക്കെ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനിട്ടാ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കന് തേങ്ങ വറുത്തരച്ച കറിയുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇൻഷാല്ലാ വൈകുന്നേരം എന്താ പറയുക സമൂസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ സെറ്റാക്കാന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ ചിക്കൻ കറി വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അതാകുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞോളൂ. അപ്പോൾ കുക്കറിലോട്ട് ആദ്യം തന്നെ എന്ത് ചെയ്ത് 2-3 തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ എന്താ പറയുക വലിയുള്ളിയും ഇതെല്ലാം കൂടി ഇട്ടുങ്ങാണ്ട് കറാമ്പട്ടിയും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടുങ്ങാണ്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് ആദ്യം 2 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കൂട്ടാ. അപ്പോൾ നല്ലാണ്ട് വെന്ത് സെറ്റായി കിട്ടുകയുള്ളൂ. എന്നിട്ട് ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ടുങ്ങാണ്ട് പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് വെള്ളമൊക്കെ വെച്ചുങ്ങാണ്ട് ഒന്നും കൂടി 2 വിസിലുണ്ട് അടുപ്പിച്ചിട്ടാൽ സംഭവം അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടുട്ടാ. പിന്നെ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, തേങ്ങയും വലിയ ജീരകം കൂടി ചേർത്തുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് വറുത്തുങ്ങാണ്ടേ അതങ്ങോട്ട് മിക്സിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുങ്ങാണ്ട് അതും കൂടി അതിലോട്ട് ചേർത്തെടുത്താൽ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടിക്കൊള്ളട്ടെ. കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് ചേർത്തെടുക്കുക. കുറച്ചൊക്കെ ചൂരും മണൊക്കെ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചെറിയുള്ള വെച്ചുങ്ങാണ്ട് വെളിച്ചെണ്ണയിലുണ്ട് തൂമിച്ചുങ്ങാണ്ട് കറി അങ്ങോട്ട് തൂമിച്ചെടുത്താൽ അടിപൊളി തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ആവട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്ച്ചോർക്കായാലും പൊറോട്ടയ്ക്കായാലും ചപ്പാത്തിക്കായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ കറി വെക്കണത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ഉണ്ട് വെക്കൽ. ഞാനധികം വലിയ പാചകക്കാരി ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം വാചകം ഉണ്ട് എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും എൻ്റെതായ രീതിയിൽ ഞാൻ എനിക്കറിയുന്ന രൂപത്തിൽ മാഷാല്ലാ ഞാൻ അങ്ങനെ സെറ്റാക്കി എടുക്കും. അതിൽ തൃപ്തിപ്പെട്ടിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാലും. അപ്പോൾ അതാ അങ്ങനെ നമ്മളെ കറികളൊക്കെ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് 2-3 പീസ് കറിയിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ഞാനവിടെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ 2-3 പീസ് ഞാനവിടെ മസാല ഒക്കെ തേച്ചിങ്ങാണ്ട് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഫ്രീ ആയതിൻ്റെ ശേഷം മെല്ലെ ഓരോ പണികൾ അങ്ങനെ തീർത്താൽ മതി. തീർത്തി വെച്ചാൽ നമുക്ക് ഉച്ചക്കൊന്നും ഫുഡ് കഴിക്കാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സമാധാനം ഉണ്ട്. മറ്റേതാകുമ്പോൾ നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഈ ഒരു തിരക്കാവുമ്പോഴല്ലേ എല്ലാം കൂടെ ഒരു ജഗബുകാവിൽ. ഇത് പിന്നെ അതില്ലല്ലോ, മെല്ലെ അങ്ങനെ നോക്കല്ലേ. എന്നാലും നോമ്പ് അറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്ഷീണമാണ്. ഞാൻ അതിന് നിൽക്കലില്ല കേട്ടോ. നോമ്പ് ഇറക്കണമെങ്കിൽ മുന്നേ തന്നെ സകല പണികൾ ഞാൻ അവിടെ തീർത്ത് വെക്കൂട്ടാ. അങ്ങനത്തെ നമ്മുടെ കറി അവിടെ അങ്ങനെ വെന്ത് പാകമായി റെഡി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് മാറ്റി വെച്ച് നല്ല മസാല വെച്ച് കുട്ടപ്പനാക്കി വെച്ചിരുന്ന ചിക്കൻ എടുത്തുകൊണ്ട് നമുക്ക് എന്നിട്ട് ഫ്രൈ ആക്കി വെക്കാം. അപ്പോൾ അത് ഇന്നലെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരുന്ന ബാക്കി ഓയിലാണ് കേട്ടോ കവറിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഒഴിച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ഇത്തിരി കൂടി പോയോ എന്ന് ചോദിച്ചാൽ കൂടി പോയിക്കിട്ടാ. എന്നാലും ഇനിയിപ്പോൾ സാറല്ലേ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിലോട്ട് ആ ചിക്കൻ പീസൊക്കെ ഇട്ടുങ്ങാണ്ടേ ഒന്നുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കട്ടെ. എനിക്കിതൊന്നും അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവുന്നിട്ടാ. അപ്പോൾ എന്തായാലും അപ്പോൾ ആ ഓയിൽ വെച്ചപ്പോഴേ കുറച്ചൊക്കെ നടുപ്പുമലായി. എന്നാൽ പിന്നെ അതൊക്കെ പെട്ടെന്ന് തുടച്ചെടുത്താണ് കേട്ടോ. എന്താ പറയുക, അപ്പം തന്നെ അവിടെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലാണ്ട് കറ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ അവിടെ കിടന്ന് അങ്ങനെ വേവുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളോടൊക്കെ എന്താ സ്പെഷ്യൽ എന്നുള്ളത് മറക്കരുത് കേട്ടോ. പറയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ നോമ്പ് അടിച്ചിട്ട് പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്നെങ്കിൽ എന്താ പറയുക, വല്ല നോമ്പറക്കുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചായക്കടി ഉണ്ടാക്കൂല. ചായക്കടി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ സ്നാക്സ് ആയിട്ട് ഒന്ന് പൊരിക്കടി ഉണ്ടാക്കൂല. അങ്ങനെ ഉണ്ടാ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. മറ്റേത് എല്ലാം കൂടെ അങ്ങോട്ട് എന്താ പറയുക നോമ്പറന്ന പാട് അങ്ങോട്ട് തിന്നൂല. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യുക, നെയ്ച്ചോറ് വെക്കട്ടെ. അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്നതും കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കർ ചോറ് വെക്കാൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കറി നേരത്തെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെക്കുന്ന രീതി പറഞ്ഞാലും ഇങ്ങനെ തന്നെ കേട്ടോ. ഒരു വെളുത്തുള്ളി ഇതേപോലെ വെളുത്തുള്ളി അല്ല വലിയ ഉള്ളി, പിന്നെ അതേപോലെ പട്ട ഗ്രാമ്പു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് നെയ്യിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിങ്ങാണ്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി വെച്ചെടുത്തുങ്ങാണ്ടേ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ ഞാൻ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ വെച്ചെടുക്കൽ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് 2 വിസിലുണ്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇവിടെ നെയ്ച്ചോറ് സെറ്റാക്കിയിട്ട് കിട്ടലുണ്ട് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ ഉണ്ട് അധികം വെക്കൽ. മറ്റേ രൂപത്തിൽ സാധാ ചെമ്പട്ടിൽ വെക്കലൊക്കെ കുറവാണ്. കുക്കറിൽ തന്നെ ഉണ്ട് അധികം ഞാൻ നെയ്ച്ചോറ് വെക്കൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും